ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചാൽ പോകുന്നത് ചെറിയൊരു വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ ഷോർട്സിലൊക്കെ നോക്കിയാൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇങ്ങനെ സൈഡ് കർവായിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ്. അതായത് നമ്മളിപ്പോൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒരു സ്ക്വയറിൽ കർവ്ഡ് സൈഡുള്ള സ്ക്വയറിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ വെച്ചിട്ട് റീൽസ് ഇടാറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീഡിയോ എഡിറ്ററിൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് മതി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കിടക്കുന്ന ചാനൽ അധികം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ഞാൻ നേരത്തെ വന്നത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എഡിറ്റിംഗ് ആണ്. അതായത് നമുക്ക് ആ കർവ്ഡ് ആയിട്ടുള്ള സൈഡുകൾ നല്ല സിമ്പിളായിട്ട് വരുത്താൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീഡിയോ എഡിറ്ററാണ് എടുത്തേക്കണത്. വീഡിയോ എടുത്തതിന് ശേഷം അടിയിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏത് വീഡിയോ എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിടുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ 3 ഐക്കൺ കാണാം. അതായത് ഇമേജ്, അതേപോലെ തന്നെ ടെക്സ്റ്റ്, അതേപോലെ തന്നെ മ്യൂസിക്. അതിൽ ഇമേജിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും അടിയിലൊരു ബ്ലാക്ക് ഇമേജ് കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബ്ലാക്ക് ഇമേജ് നമ്മുടെ ഫോട്ടോയുടെ മുകളിൽ ലെയറായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ വലിച്ചിങ്ങനെ വലുതാക്കുക, ഇത് ഫുൾ സ്ക്രീൻ ആക്കിയിടുക. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഇവിടെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൽ ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ കുറേ ഷേപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഷേപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ വലുതാക്കാം, സൈഡും അതേപോലെ തന്നെ ഇതേപോലെ വലിച്ച് വലുതാക്കാം. പിന്നെ അതുപോലെ തന്നെ കർവ്ഡ് സൈഡ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും മുകളിലൊരു ഐക്കൺ കാണാം, ഇങ്ങനെ വലിക്കുമ്പോൾ ഇതേപോലെ കർവ്ഡ് ആവും. അപ്പോൾ അതിങ്ങനെ എത്ര കർവ്ഡ് വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ നിർത്തുക. ഇപ്പോൾ ഇത്ര മതി എന്ന് വെച്ചാൽ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് അടിയിലത്തെ റെക്റ്റാങ്കിളിൻ്റെ അവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലൊരു ടിക്ക് ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നീക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ലെയർ നമുക്ക് വീഡിയോയിൽ ഫുള്ള് വേണമെന്നുള്ള രീതിയിൽ ഇതിങ്ങനെ വലിച്ചിങ്ങനെ നീട്ടാം. ഇത് വീഡിയോ എവിടം വരെ ഉണ്ടോ അവിടം വരെ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് വലിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഈ ഒരു രീതിയിലായിട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലേക്കാക്കണമെങ്കിൽ ഇതേപോലെ ആക്കാൻ പറ്റും. എവിടേക്കാണ് നമ്മുടെ വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് തൊട്ടതിന് ശേഷം ഇതേപോലെ നീക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഷേപ്പ് സെറ്റ് ആയിട്ട്. അപ്പോൾ ഇതേപോലെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം വീഡിയോ എടുത്ത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത്രയും ഉണ്ടായല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.